ശാന്തേ, ശാന്തമ്മേ. എന്താ? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ള് ഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. അങ്ങനെ പറ. അമ്മൂട്ടിയെ, വരട്ടെ. അച്ചുതട്ടാര് പണം പലിശയ്ക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം, പണം എന്റെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്തൊരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. നേരം അങ്ങോട്ട് കണ്ടിടത്തൊക്കെ തെണ്ടി കിടന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നോ? എഴുന്നേറ്റിരുന്ന് പണിയടാ. എന്താണ് നോക്കി നിൽക്കുന്നേ? ചോറണം വേഗടി. അവിടെ നോക്കാൻ വന്നിരിക്കുന്നു. ഉറങ്ങാൻ കണ്ട് സമയേ. ഇവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നീങ്ങട് വാ. ഇതൊക്കെ ഒന്ന് വിളമ്പേ. അമ്മു, നീ ഇങ്ങോട്ട് വാ. ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖം ഇല്ല ഏട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ.
എനിക്കറിയാം. ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് ഒന്ന് രണ്ട് ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുത്തട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്കാ. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. അയ്യോ, അവളുടെ ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കട കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ? ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് തയ്ക്കുന്നുണ്ട് അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. ஐயா கும்பிடுற சாமி. இது யாரு? கருப்பையாவா? என்னமா சவுக்கம் தானா? ஆமா சாமி. இது யாரு? நம்ம இளைய பொண்ணு காமாட்சி. அப்படியா? உனக்கு ഇത്രയും വലിയൊരു മകളുണ്ട് അറിഞ്ഞില്ലല്ലോ കറിയാ. നീ വന്നില്ലല്ലോന്ന് ഞാൻ നിனைச்சிருக்காയിരുന്നു. വേറെ 3-4 പാർട്ടി ഇങ്ങ வந்து நான் யாருக்கும் கொடுத்தில்ல. ரொம்ப உபகாரம் சாமி. உனக்கு தெரியுமா, முட்டம் நிறைய பொண்ணு இருக்கு. 2 வருஷத்துக்கு முன்னால நீ மட்டும் இங்க வந்து பொண்ணு எடுத்தது. அதுக்கப்புறம் யாருக்கும் கொடுக்கலையா? பணம் ஏத்துற சாமி. விலை என்ன? நீ ஒரு 1000 ரூபாய் போடும். 1000 ரூபாயா? என்ன சாமி இது? இந்த மண்ணை முழுசா அரிச்சா கூட 1/4 பவுனுக்கு மேல பொண்ணு கிடைக்காது. நான் ஒரு 250 ரூபாய் தர்றேன் சாமி. போயா, 250 ரூபாய். போய் வேலை பாரு. அப்படி எல்லாம் சொல்லாதீங்க சாமி. இந்த மாதிரி ஏதாவது கிடைச்சாதான் இந்த பொண்ணோட கல்யாணமே நடக்கும். கடைசியா ஒண்ணு சொல்றேன், 500 ரூபாய் விடு. அதை இவ்வளவு ஓர்த்துட்டா. இவ்வளவு கல்யாணம் பண்ணி ரட்சப்பட்டேன் சாமி. நான் ஒரு 400 ரூபாய் தர்றேன் சாமி. அவ்வளவுதான் எங்க கிட்ட இருக்கு. மேற்கொண்டு ஒரு தம்படி கூட கிடையாது சாமி. சரி சரி கொடு. இந்தாங்க சாமி. വേല ഉറങ്ങിക്കോ. എന്തിനാ പാവങ്ങളെ പറ്റിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഇല്ല അച്ഛൻ മണ്ണിടിച്ച് പൊന്നെടുത്തത്. ഒരു വീക്കിയാൻ പറ്റുന്നുണ്ടല്ലോ. கருப்பையா, எப்படி இருக்க? அவ்வளவுதானே? ஒண்ணும் கிடைக்கிற மாதிரி இல்லையே சாமி. கிடைக்கும் கிடைக்கும், நன்னாய் பாருங்க.
என்னமாச்சு உன்னை காமாச்சு ஏதாவது கவனம் கண்டியா என்னமாச்சு ஆமாச்சு ஏதாவது பாம்பா படுத்தாரியா உன்னை காமாச்சு എന്നാ പാമ്പാ ഇങ്ങ പാമ്പ് പെടുതാരൊന്നും വരാതെ നീ കനവ് കണ്ടതായിരിക്കും തൂക്കത്തിൽ എന്നോ പടുത്തക്കോ சாமி ஒரு பொடி பொண்ணு கூட கிடைக்கல சாமி கொடுத்த ரூபாய திரும்ப கொடுங்க சாமி ഒന്നും കടിച്ചില്ലേ ഏമാറ്റം വേണ്ട എല്ലാം ഞാൻ കാണാതെ ഒതുക്കിയിട്ടുണ്ടാവും இல்ல சாமி நீங்க எங்க வேணாலும் பாத்துக்கங்க சாமி വേണ്ട വേണ്ട നീങ്ക പറഞ്ഞ പടിയെല്ലാം ഞാൻ ചെയ്തിരിക്കേ அப்படியெல்லாம் சொல்லாதீங்க சாமி பாதி ரூபாயாவது திருப்பி கொடு சாமி ஊருக்கு திரும்பி போறதுக்கு காசு கிடையாது சாமி പോ 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 என் பொண்டாட்டி கட்டுத்தாலிய அடமானம் வச்சு வாங்கிட்டு வந்த பணம் சாமி தயவு செய்து கொடுங்க சாமி ഇനി എന്റെ തനി സ്വഭാവം എടുക്കണേ പാലാലുകള് വലിഞ്ഞു കയറി വരും എന്നിട്ട് കിടന്ന് കരയും പാവങ്ങള് അവരുടെ രൂപ കൊടുത്തേക്കച്ച അവർക്ക് ഒരു പടി പൊന്നു പോലും കിട്ടിയില്ല അവരെയൊക്കെ ചതിച്ച ഈശ്വരങ്ങളും ഉണ്ടാവും നീ എന്നെ പഠിപ്പിക്കണ്ട അവര് വന്നു കയറിയപ്പോ തുടങ്ങിയ എന്റെ ഒരു അനുകമ്പ അച്ഛൻ ദുഷ്ടനാ കള്ളന എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ കള്ളനല്ലടാ. നിന്റെ അച്ഛൻ കള്ളനാ. പൊട്ടിക്കുക 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞ അതും കേൾക്കില്ല ഞാൻ അരയ്ക്കാം ചേച്ചി രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ ഞാൻ ആശുപത്രിയിൽ പോയി കിടന്ന മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങൂല്ലേ ഓ അത് സാരല്ല അതിനിവിടെ അമ്മുല്ലേ അല്ലേ അമ്മു ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക് ഞാൻ പോണു വരട്ടെ അമ്മു നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി ഉണ്ണി ഉണ്ണിയില്ലേ ഇല്ല ഉണ്ണി പറഞ്ഞിട്ട് ഞാനൊരു ആലവാല് മറിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ആർക്കും വേണ്ട നിങ്ങൾ കാരണം അച്ഛനെയും അവൻ എപ്പോഴും തല്ലുകൊള്ളുന്നത് എന്നോടൊന്ന് എത്ര ദേഷ്യം ആനവാല് തന്നേക്കട്ടെ കൊടുത്തേക്കാവോ ഇവിടെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ട് ബ്ലൗസ് തയ്ക്കണം തയ്ക്കാലോ അകത്തേക്ക് കയറൂ അളവെടുക്കാം അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ഓണത്തിന് തയ്പ്പിച്ച ബ്ലൗസ് അല്ലേ അത് ശരിയാവില്ല ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും അപ്പപ്പ അളവെടുക്കണം എങ്കിലും നന്നാവൂ അകത്തേക്ക് പൊക്കോളൂ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പൊക്കോളൂ ഞാൻ പിന്നാലെ ഉണ്ട് കൊല്ലാനൊന്നും അല്ലല്ലോ കൊച്ചാപ്പി എടുത്താ പോരെ അവന് ബട്ടൺസ് തയ്ക്കാനല്ലേ അറിയൂ ആശാന് ഞാൻ നന്നായിട്ട് എടുക്കാം ആശാന് ചമ്മലം പിന്നെ ആശാനെ അമ്മൂട്ടി വരുന്നുണ്ട് ഓ എന്നാ ഈ പ്രാവശ്യം അളവ് വേണ്ട ബ്ലൗസ് മതി ചെല്ലേ ചെല്ലേ എന്ന് തരും എന്നാ വേണേ തരാം ചെല്ലേ അമ്മൂട്ടിക്ക് ഇതിലേതാ ഇഷ്ടം എന്തിനാ നീ പറയുന്നേ ശരാ എന്നാ ഇതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരു ബ്ലൗസ് തയ്ച്ചു തരാം ഇത് ഓരോരുത്തരും തയ്ക്കാൻ കൊണ്ടുവന്ന തുണിയല്ലേ എനിക്കൊന്നും വേണ്ട നീ ഇതിട്ട് നടന്ന നല്ല ചന്തായിരിക്കും ആശാനെ അളവ് എടുക്കണോ പോടോ ഇടയ്ക്ക് സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഞാൻ നിനക്ക് തയ്ച്ചോണ്ട് വരും കേട്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ പച്ചക്കിളിയേ നിന്നെ ഞാൻ പാടത്തെ
എടാ കൊച്ചാപ്പി, ഏ എന്താടാ ഈ തുണിയിലൊക്കെ കൊച്ചു കൊച്ചു ഹോള്? അല്ല അതെന്തായിരിക്കും ആശാനെ? എടാ നീ ബീഡി വലിച്ച് കുത്തിയല്ലേടാ? അയ്യോ ഞാൻ വല്ല നിർത്തി. എടാ കൊച്ചു കഴിവേരുടെ മോനെ, ഞാൻ അവർക്ക് നീ വേറെ തുണി മേടിച്ചു കൊടുക്കണല്ലോ. എടുക്കടാ. ഇല്ല ആശാനെ, ഞാൻ സത്യമായിട്ട് വലി നിർത്തി ആ, ആശാനെ. അങ്ങനെ നിന്നെ ഞാൻ ശരിയാക്കി. എടുക്കടാ. ആ, ആ. അയ്യോ സിഗരറ്റാ? ഓ വിൽസ് പാക്കറ്റില് ചാർമിനാറാ? അതെ, ആ. ആശാന്റെ കടയ്ക്ക് ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയല്ലേ? നിന്റെ ഒരു weight. ഓ ടിങ് ആ, ടോങ്. ഓ. ഓ. ഓരോരോ കള്ളന്മാര്. ഉം. വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. ആഹാ. അനിയത്തി പെണ്ണിനെ ഒരു നല്ല കാര്യം ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമാ കൊട്ടയിൽ ആപ്പറേറ്ററാ. ആഹാ. കല്യാണം കഴിയുന്ന അന്ന് മുതല് നിനക്കും നിന്റെ സ്വന്തം ഭാര്യയ്ക്കും ഫ്രീ സിനിമ കാണാനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്.